ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ന്യൂസിലാൻഡിലാണുള്ളത്. ഞാൻ കഴിഞ്ഞ കൊല്ലം, അതായത് 2025 ഞാൻ ന്യൂസിലാൻഡിലേക്ക് വരുന്നത്. ഇനി 2026 ന്യൂസിലാൻഡിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കും, പിന്നെ വേറെ ഏതെങ്കിലും മറ്റ് എബ്രോഡ് മറ്റ് കൺട്രീസിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസിനും, പിന്നെ നമ്മുടെ എല്ലാവർക്കും വീഡിയോസൊക്കെ കണ്ട് എൻജോയ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി ഇൻഫോർമേറ്റീവുള്ള കണ്ടന്റ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മളുടെ ഇപ്പോൾ ന്യൂസിലാൻഡിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ബേസിക്കലി ഇതിൽ ഏജൻസി പറയാത്ത കുറേ കാര്യങ്ങൾ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏജൻസിക്ക് ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അവർ ബിസിനസ് ഓറിയൻറ്റഡ് ആണ്, അവർക്ക് ആ ബിസിനസ് ചെയ്യണം. അപ്പോൾ അവർ പേപ്പറിലുള്ള കാര്യങ്ങൾ അതേപോലെ കുറച്ചും കൂടെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്തിട്ടായിരിക്കും സ്റ്റുഡൻസിനൊക്കെ അവർ കൊണ്ടുവരുന്നത്. പക്ഷെ അത് നമ്മൾ റിയാലിറ്റിയിൽ ആ ഒരു മാർക്കറ്റിങ്ങിൽ പറയുന്ന കാര്യങ്ങളോ അതിലുള്ള കാര്യങ്ങളോ ഇവിടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നില്ല. അപ്പോൾ അതെന്തൊക്കെയാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾ ന്യൂസിലൻഡിലേക്ക് വരാൻ പോകുന്നവർക്കും അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ കീപ് വാച്ചിങ്. സോ ബേസിക്കലി ഞാൻ ഈ വീഡിയോയിൽ കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് വേറെ ഒന്നുകൊണ്ടല്ല, ഇനി വരാൻ പോകുന്ന സുഹൃത്തുക്കൾ ഒരു ചാടി കയറി അല്ലെങ്കിൽ ഏജൻസി പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളൊക്കെ പുറത്താണ് അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക നമ്മുടെ ഒരു ഇല്യൂഷൻ്റെ പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു പെട്ടെന്നുള്ളൊരു ഇൻഫാക്ച്വേഷൻ്റെ പുറത്തൊക്കെ ഒരു ഡിസിഷൻ എടുക്കാതെ ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇതൊരു ലെങ്തി വീഡിയോ ആകാതിരിക്കാനായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു 5 വീഡിയോൻ്റെ സീരീസ് ആയിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുക. മറ്റ് വീഡിയോസിൽ കാണാത്ത കുറേ കാര്യങ്ങൾ ഞാനിതിൽ പറയുന്നതായിരിക്കും, പ്രത്യേകിച്ച് ലേറ്റസ്റ്റ് കാര്യങ്ങൾ 2026 നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളായിരിക്കും ഞാൻ ഇതിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. കാരണം കുറേ കാര്യങ്ങളോട് മാറുന്നുണ്ട്, പ്രത്യേകിച്ച് ന്യൂസിലാൻഡിൽ കുറേ കാര്യങ്ങൾ മാറുന്നുണ്ട്, ലോസ് മാറുന്നുണ്ട്, ഇനി അപ്കമിങ് ഇലക്ഷൻ വരുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ന്യൂസിലാൻഡ് എക്കോണമിനെ കുറിച്ചും ഇപ്പോഴത്തെ ന്യൂസിലാൻഡിൻ്റെ ജോബ് സിറ്റുവേഷൻ, മാർക്കറ്റ് സിറ്റുവേഷൻ അങ്ങനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ സ്റ്റുഡൻറ്റ് വിസയെ കുറിച്ചും, സ്റ്റുഡൻറ്റ് വിസ നമുക്ക് ഏജൻസി ത്രൂ അപ്ലൈ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എങ്ങനെ ചെയ്യാം എന്നൊക്കെ ഞാൻ അതിൽ കുറച്ച് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാം. പിന്നെ ഞാൻ എങ്ങനെ ചെയ്തതെന്ന് ഷെയർ ചെയ്യാം. ഇനി ലോൺ എടുത്തിട്ടാണ് സ്റ്റുഡൻറ്റ് വിസ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ വരുന്ന വ്യത്യാസവും, പിന്നെ നമ്മൾ ഓൺ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ വരുന്ന കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിനുശേഷം എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ വരുന്നതിന് മുമ്പ്, ന്യൂസിലാൻഡിലേക്ക് വരുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തു വെക്കേണ്ടത്, ലൈക്ക് ഫ്ലൈറ്റ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ എയർലൈൻസിന് റിലേറ്റഡ്, പിന്നെ നമ്മൾ എന്തൊക്കെയാണ് പാക്ക് ചെയ്യേണ്ടത്. അത് മറ്റ് പാക്കിംഗ് വീഡിയോസ് കുറേ യൂട്യൂബിലുണ്ട്, പക്ഷേ ഇതല്ല, കുറച്ച് ഐറ്റംസ് നമ്മൾ എന്തായാലും കരുതിയിരിക്കേണ്ട കുറച്ച് ആ വീഡിയോസിലൊന്നും കാണാത്ത കുറച്ച് ഐറ്റംസ്, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന കുറച്ച് ഐറ്റംസും, ഇവിടെ ഏതൊക്കെയാണ് കോസ്റ്റ്ലി ആയിട്ട് വരുന്നതും, നമുക്ക് നാട്ടിൽ നിന്ന് എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത്, എന്തൊക്കെയാണ് എടുക്കേണ്ട ആവശ്യം വരാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ഞാൻ ആ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിൽ ഞാൻ ന്യൂസിലാൻഡിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസിനും അതിൻ്റെ പ്രൈസുകളും ഏകദേശം കമ്പയർ ഒക്കെ ചെയ്ത് കുറച്ച് നല്ല ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ദെൻ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോ സീരീസിൽ വരുന്ന വീഡിയോയിൽ ഇവിടെ വന്നതിന് ശേഷം, ഇവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് പോലെ നമ്മൾ കാരണം എനിക്ക് കുറച്ച് ഇൻഫർമേഷൻ ഓടി കിട്ടിയിരുന്നു, പക്ഷെ ഞാൻ ചെയ്തപ്പോഴും അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. ആ സ്റ്റെപ്പ് തെറ്റിച്ചുകൊണ്ട് എനിക്ക് കുറച്ച് ടൈം ഡിലേ വന്നു. അതുകൊണ്ട് ഞാൻ കറക്റ്റ് ഓർഡർ ആക്കിയിട്ട് എന്തൊക്കെയാണ് വന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പിന്നെ ഇനി അടുത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മളിവിടെ വന്ന ശേഷം നമ്മൾ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നു പഠിക്കുകയാണ്, ഇനി എങ്ങനെ നമുക്കൊരു കരിയർ ബിൽഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ CV കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ന്യൂസിലൻഡിനെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ CV ഉണ്ടാകും. അപ്പോൾ CV ചെയ്യാൻ പറ്റുന്ന, ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല സൈറ്റും, നമുക്ക് ATS ഫ്രണ്ട്ലിയായിട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ന്യൂസിലൻഡ് ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ വീഡിയോസിനെ, നമ്മുടെ സീരീസിനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. സോ ഞാൻ 2025 ഇവിടെ വരുന്നത്. ആ ഒരു ടൈമിൽ ഇപ്പോൾ 2 years ആയിട്ട് റിസഷൻ ഫേസാണ് ന്യൂസിലൻഡ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രോത്ത് എല്ലാം വളരെ കുറവാണ്, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വളരെ കൂടുതലാണ്, നമുക്കിവിടെ ജീവിത ചെലവ്, കോസ്റ്റ് ഓഫ് ലിവിങ് ഒക്കെ വളരെ കൂടുതലാണ്, റെൻ്റ് എല്ലാം കൂടുതലാണ്, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്. സോ അങ്ങനത്തെ ഒരു ഫേസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ
ഇപ്പോൾ നമ്മൾ പ്രസൻറ്റ് സിനാരിയോ എന്ന് പറഞ്ഞ ഒരു കൈൻഡ് ഓഫ് കൂളിംഗ് പീരീഡാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും അങ്ങോട്ടേക്ക് കൂടിയിട്ടുമില്ല, എന്നാൽ പറയാൻ മാത്രം ഒന്നും അങ്ങനെ കുറഞ്ഞിട്ടുമില്ല. പക്ഷേ റീസെൻ്റ്ലി ഇപ്പോൾ ഹൗസിങ്ങിൻ്റെ ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാരൊക്കെ വീടൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണാവുന്നത് ഓവറോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഒന്ന് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു എക്കോണമിയുടെ ഒരു ഗ്രോത്ത് ഇനി എക്സ്പെക്റ്റ് ചെയ്യാം. ഒരു റിക്കവറി പീരീഡ് ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. സോ ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ ഏകദേശം റിക്കവറി ഫേസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 30% റിക്കവറി സ്റ്റാറ്റസിലേക്ക് എത്തിയിട്ടുണ്ടാവണം. പിന്നെ നമുക്കൊരു 2027 കൂടെ നല്ലൊരു റിക്കവറി ഒക്കെ കംപ്ലീറ്റ് ആയി ഒരു സാച്ചുറേറ്റഡ് ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് സ്റ്റേജിലേക്ക് നമുക്ക് ന്യൂസിലൻഡിനെ എക്സ്പെക്റ്റ് ചെയ്യാം. സോ ആ ഒരു രീതിയിൽ ആ ഒരു കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു പോസിറ്റിവിറ്റി ന്യൂസിലാൻഡിൽ ഫീൽ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഇന്ത്യക്കാർ അല്ലെങ്കിൽ മലയാളികൾ പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ന്യൂസിലൻഡ് ഭരിക്കുന്ന നാഷണൽ പാർട്ടി, അതായത് ക്രിസ്റ്റഫർ ലക്സന്റെ ലീഡർഷിപ്പിലുള്ള നാഷണൽ പാർട്ടി നമ്മൾ ഇന്ത്യക്കാർക്കൊക്കെ വളരെ സപ്പോർട്ടീവാണ്. റീസെൻ്റ്ലി അവർ ഇന്ത്യ ആയിട്ടൊരു ട്രേഡ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. കുറേ നെഗോഷിയേഷൻസിന് ആഫ്റ്റർ ആയിട്ട് അത് സൈൻ ചെയ്തത്. അതിൽ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചർ എംപ്ലോയ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് സപ്പോർട്ടീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രേഡൊക്കെ വളരെ ലിബറലൈസ് ചെയ്തിട്ടുണ്ട്. സോ വിത്തൗട്ട് എനി താരിഫ്സ് നമുക്ക് ട്രേഡൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. സോ ഇനി ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റംസിൻ്റെയും അതുപോലെ തന്നെ ന്യൂസിലൻഡ് ഇവിടെ നിന്ന് ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഐറ്റംസിനൊക്കെ ടാക്സ് ഉണ്ടാവില്ല. പലതിനും 0% ആണ്, പലതിനും ചെറിയ ടാക്സ് ഒക്കെ ഉള്ളൂ. സോ നമുക്ക് ആ ഒരു ഇമ്പോർട്ടൊക്കെ ചെയ്യുമ്പോൾ ഉള്ള ഐറ്റംസിനാണ് നമ്മുടെ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സ്, എസ്പെഷ്യലി ഫുഡ് ഐറ്റംസിൻ്റെ ഒക്കെ ഒരു റേറ്റൊക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. നമ്മളതിനി ഈ ഒരു വർഷമൊക്കെ അത് കാണാൻ സാധിക്കും. ആ ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമുക്കൊരു പോസിറ്റീവ് സൈനാണ്. ഇനി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് റെൻറ്റിൽ ഒരു റിഡക്ഷൻ വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഓൾറെഡി ഇപ്പോൾ റെൻറ്റ് ഒരു ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് കൂടാൻ ചാൻസ് ഇനിയില്ല. പക്ഷെ കുറയ്ക്കാന്നുള്ളത് അത് ഹൗസ് ഓണേഴ്സിൻ്റെ ഒരു ഡിസിഷനാണ്. പക്ഷെ ലോങ് ടേമിലേക്ക് ഒരു കുറവ് സംഭവിക്കില്ല. കാരണം ഈ റെൻറ്റിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾറെഡി ഒരു എഗ്രിമെൻറ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. സോ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു റെൻറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 ഇയറിലേക്കൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് കുറയ്ക്കാൻ പറ്റില്ല. പക്ഷേ നമുക്കൊരു റെൻറ്റിലൊരു ഹൈക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിലവിൽ എന്താണോ ഉള്ളത് അത് തന്നെ നമുക്ക് ഈ ഒരു വർഷം ത്രൂ ഔട്ട് അത് ആ ഒരു റെൻ്റ് ആയിരിക്കും എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അധികം ഒരു ഹൈക്കൊന്നും ഇനി റെൻറ്റിൽ വരില്ല. കാരണം ഓൾറെഡി ഹൗസിങ് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞത് കൊണ്ട് തന്നെ ആ ഒരു ഏരിയ ഏകദേശം സേഫാണ്. ഗൾഫിലത്തെ ഒരു കാര്യം വെച്ചാൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗൾഫിൽ ഇപ്പോൾ നമുക്ക് ഒന്നാമത് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അധികം ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഗൾഫിൽ പോകാനായിട്ട്. ഒരു ചെറിയ റേറ്റിന് വിസ എടുക്കാം, ടിക്കറ്റ് എടുക്കുക, അങ്ങനെ ഇപ്പോഴത്തെ ഒരു സെറ്റപ്പിൽ നമുക്ക് ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വളരെ കുറച്ച് എമൗണ്ടോ അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വളരെ തുച്ഛമായ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഗൾഫിലേക്ക് മൂവ് ചെയ്യാം, ജോബ് സെർച്ച് ചെയ്യാം. ജോബ് കിട്ടിക്കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈവൺ വേണമെങ്കിൽ ആദ്യത്തെ ഒരു 2 months 3 months ഒക്കെ മതി ഒന്ന് നമുക്കൊന്ന് സ്റ്റേബിൾ ആവാൻ. അത് കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് നാട്ടിലേക്കൊക്കെ പൈസ അയച്ച് തുടങ്ങാം അല്ലെങ്കിൽ സേവ് ചെയ്ത് തുടങ്ങാൻ പറ്റും. പക്ഷെ നമുക്ക് ഒരിക്കലും ന്യൂസിലൻഡിൽ വന്നിട്ട് പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് പൈസ അയച്ച് തുടങ്ങാനുള്ള കാരണം ഓൾറെഡി നമ്മളൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതാദ്യം റിക്കവർ ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് സേവ് ചെയ്യാനായിട്ട്. എന്നിട്ട് ആ ഒരു സേവിങ്സിൻ്റെ കൂടെ ആയിരിക്കും നമുക്ക് പിന്നീട് നമ്മുടെ വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും സേവിങ്സ് ഡെവലപ്പ് ചെയ്യാനോ നാട്ടിലത്തെ കാര്യങ്ങളൊക്കെ നടത്താനുള്ള ഫണ്ട് കണ്ടുപിടിക്കാനോ സാധിക്കുള്ളൂ. സോ ഒരു ഇമ്മീഡിയറ്റ് റെമിറ്റൻസോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് പ്ലാനിലുണ്ടെങ്കിൽ ന്യൂസിലൻഡ് അല്ലെങ്കിൽ ഇതുപോലെ മറ്റ് അബ്രോഡ് കൺട്രീസ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ അല്ല. കാരണം ഇങ്ങനത്തെ കൺട്രീസിൽ നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്ത് തുടങ്ങാനായിട്ട് കുറച്ച് ടൈം എടുക്കും. സോ പെട്ടെന്ന് ഒരു ഇൻകം അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ കുറച്ച് അർജൻറ്റ് ആണെങ്കിൽ ഒരിക്കലും ന്യൂസിലൻഡ് ചൂസ് ചെയ്യരുത്. ഗൾഫ് തന്നെയാണ് എപ്പോഴും നല്ലത് അർജൻറ്റ് കാര്യങ്ങൾക്ക്. അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ എന്തെങ്കിലും ജോബ് മേടിച്ചിട്ട് നടത്തുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഒരു ലോങ് ടേം പ്ലാനിങ്, ഇതിപ്പോൾ നമുക്ക് നിലവിൽ അർജൻസി ഒന്നുമില്ല. പക്ഷേ എനിക്ക് ഒരു ലോങ് ടേമിൽ നോക്കുമ്പോൾ കുറച്ച് നല്ല ഒരു ലിവിങ് സ്റ്റാൻഡേർഡും നല്ല പീസ്ഫുള്ളായിട്ട് ജീവിക്കണം, കുറച്ച് നല്ല ഫണ്ടൊക്കെ സേവ് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് ന്യൂസിലൻഡൊക്കെ പ്ലാൻ ചെയ്യാവുന്ന ഒരു പ്ലേസാണ്. മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ന്യൂസിലൻഡിൽ ഇപ്പോൾ ഒരു എംപ്ലോയർ മാർക്കറ്റാണ്. അതായത് ഒരു ജോബ് ഓപ്പണിംഗ് ഇട്ട് കഴിഞ്ഞാൽ അതിന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ അവരുടെ മാർക്കറ്റാണ്. അവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവർക്ക് സാറ്റിസ്ഫൈ ആവുന്ന ആൾക്കാരെ കിട്ടാനായിട്ടുള്ള ഓപ്ഷൻ ഇഷ്ടംപോലെ ഉണ്ട്. കാരണം അത്രയും എംപ്ലോയീസാണ് ആപ്ലിക്കൻസ് ആണ് അപ്ലൈ ചെയ്യുന്നത്.
സോ ഇതൊക്കെയാണ് ന്യൂസിലൻഡിനെ കുറിച്ചുള്ള ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് എക്കണോമിക് കാര്യങ്ങൾ പറയുന്നത്. ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കീ ടേക്ക് അവേസ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, ഇതുവരെ പറയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ന്യൂസിലൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൺട്രീസിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് നാട്ടിൽ കുറേ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾറെഡി അൺഎംപ്ലോയ്മെൻറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റിൽ നാട്ടിൽ കിട്ടുന്ന കുറച്ച് കംഫർട്ട് നമുക്കറിയാം. ചിലപ്പോൾ യൂഷ്വലി എല്ലാവർക്കും വീട് ഉണ്ടാവും. ഏകദേശം നമ്മുടെ പാരൻസൊക്കെ വീട് പണിത് അല്ലെങ്കിൽ വീടൊക്കെ ആക്കി ഏകദേശം ഒരു അത്യാവശ്യം ആൾക്കാരുടെ ഒക്കെ വീടൊക്കെ സെറ്റാക്കി ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീടുണ്ടാവും അവിടെ. അപ്പോൾ വീടിന് നമ്മൾ റെൻറ്റ് അടയ്ക്കേണ്ട, അല്ലെങ്കിൽ വീടിന് നമ്മൾ സെപ്പറേറ്റ് വേറെ ഇപ്പോൾ ഓൾറെഡി ലോൺ അടയ്ക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. ലോൺ അടയ്ക്കാത്തൊരു കേസാണെന്ന് വിചാരിക്കും. നമുക്ക് ഓൾറെഡി ലോൺ കംപ്ലീറ്റ് ആയുള്ള വീടാണെങ്കിൽ അത് ഓൾറെഡി കഴിഞ്ഞു, ആ ഒരു അസറ്റ് അവിടെ ബിൽഡായി കഴിഞ്ഞു, ആ അസറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഈവൻ നമ്മൾ ജോലി ഇല്ലാതെ ആണെങ്കിൽ പോലും നമുക്കൊരു ബ്രേക്ക് എടുക്കണമെങ്കിൽ പോലും നമുക്ക് വീട്ടിലൊന്ന് ചുമ്മാ ഇരിക്കാം, ബ്രേക്ക് എടുക്കാം. പക്ഷേ വൺസ് നിങ്ങൾ അബ്രോഡ് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ന്യൂസിലൻഡ് പോലത്തെ കൺട്രിയിൽ വന്നു കഴിഞ്ഞാൽ, ലൈഫ് അവിടെ നമ്മൾ ഫ്രഷായിട്ട് ബിൽഡ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ പാരൻസ് നമ്മുടെ നാട്ടിൽ ഒരു ലൈഫ് ബിൽഡ് ചെയ്ത് വെച്ച പോലെ നമ്മൾ ഇവിടെ വന്ന് ബിൽഡ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു റെസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. നമ്മൾ കോൺസ്റ്റൻ്റ്ലി വർക്കിംഗ് ആയിരിക്കണം. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരുടെയെങ്കിലും വീട്ടിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അതിന് റെൻറ്റ് അടച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതിന് നമുക്ക് എന്തായാലും റെഗുലറായിട്ട് ഇൻകം വേണം, അല്ലാതെ നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല. സെക്കൻഡ് തിങ്, ഇനിയിപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് വീട് മേടിച്ചാലോ അത് ലോണിലായിരിക്കും, മോർഗേജ് അടച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അത് അടയ്ക്കണമെങ്കിൽ നമുക്ക് റെഗുലർ ഇൻകം വേണം. സോ ഇതൊരു ലൈഫ് ടൈം കമ്മിറ്റ്മെൻ്റ് ആണ്, ലൈഫ് ടൈം കമ്മിറ്റ്മെൻറ്റ് ടു വർക്ക്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോൺ പേയ്മെൻറ്റും അല്ലെങ്കിൽ റെൻറ്റ് അടച്ച് ഇവിടെ നിൽക്കുന്ന കാലത്തോളം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അറ്റ്ലീസ്റ്റ് നമ്മൾ റിട്ടയർമെൻറ്റ് ഏജ് പ്ലാൻ ചെയ്യുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ പോലും അത്രയും നാൾ നമ്മളിവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് തന്നെയായിരിക്കണം നമ്മൾ വരുന്നത്. അതായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാവണം. ആ ഒരു കാര്യം നമ്മൾ വിട്ടു പോകരുത്. ഇവിടെ ലാൻഡ് ചെയ്ത സമയം തുടങ്ങി നമ്മളതിന് റെഡി ആയിട്ടിരിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ കംഫർട്ട്സും ബ്രേക്ക് ചെയ്യുന്ന കാര്യമാണ്. കാരണം ഗൾഫ് കൺട്രീസ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ബാംഗ്ലൂരോ അങ്ങനെ മറ്റ് സ്റ്റേറ്റ്സിലാണെങ്കിൽ പോലും നമുക്കൊരു കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമുക്ക് വീട്ടിലേക്ക് വരാം. പിന്നെ അവിടെ വീട്ടുകാരുണ്ടാവും. ഇനി വീട്ടിൽ തന്നെ നിന്ന് ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ്. അവർക്ക് സംസാരിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് സപ്പോർട്ട് ആയിട്ട്, അതായത് ഇപ്പോൾ ഒരു യൂത്ത് അല്ലെങ്കിൽ ഒരു ബാച്ചിലറൊക്കെ ചിന്തിക്കുമ്പോൾ അധികം ആലോചിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഒരു ഫാമിലിയിലേക്ക് കടന്നു കഴിയുമ്പോൾ, നമുക്ക് കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ, അങ്ങനെ കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് സപ്പോർട്ട് ഉണ്ടാവുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കിട്ടിയാൽ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും, അത് വളരെ നമുക്ക് റിലീഫായിരിക്കും. അപ്പോൾ ഫാമിലിയുടെ കൂടെ നിൽക്കും, നമ്മുടെ ഫാമിലി, നമ്മുടെ അച്ഛനമ്മ, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു സപ്പോർട്ടിങ് ആയിരിക്കും. നമുക്ക് ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു സൈഡ് നമുക്ക് നല്ല റിലീഫായിരിക്കും. അതൊന്നും നമുക്കൊരു അബ്രോഡ് മാറിക്കഴിഞ്ഞാൽ കിട്ടണമെന്നില്ല. ആ ഒരു കാര്യത്തിലൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ കൺട്രീസിൽ വരുമ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ പെട്ടെന്ന് നാട്ടിലേക്ക് ഓടി ചെല്ലാൻ പറ്റില്ല. കാരണം ടിക്കറ്റ് റേറ്റും ട്രാവൽ ടൈമും ഒക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നല്ലൊരു ജോലി ഇല്ലാതെ നമുക്കൊന്നും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വരില്ല. അപ്പോൾ വരുന്ന ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഒരു 3 ഇയേഴ്സിലേക്കൊക്കെ ഈ ഒരു കാര്യം മൈൻഡിൽ വെക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ ലിവിങ് കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ അറേഞ്ച് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മളിവിടെ വരുമ്പോൾ ഫീസ് മാത്രമല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ലിവിങ് എക്സ്പെൻസ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം പാർട്ട് ടൈം ജോബ് ഒന്നും പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ് പാർട്ട് ടൈം ജോബ് കിട്ടാനായിട്ട്. ആ ഒരു കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ, എന്തുകൊണ്ടാണ് പാർട്ട് ടൈം ജോബ് കിട്ടാൻ ബുദ്ധിമുട്ട്, ഇനി എങ്ങനെയാണ് നമുക്ക് കിട്ടാതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഫണ്ടൊക്കെ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൂടെ പ്ലാൻ ചെയ്യാം. ഒരു 3-4 വർഷത്തേക്ക് നമുക്ക് ഒരു അർജൻസിയും ഇല്ലാത്ത രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും, പിന്നെ കുറച്ച് റിസ്ക് എടുക്കാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനത്തെ കൺട്രീസ് പ്ലാൻ ചെയ്യാൻ നിലവിൽ പാടുള്ളൂ. പിന്നെ എക്കണോമി കുറച്ച് ടഫാണ്, റിജിഡാണ്, നമുക്കൊന്ന് ഫൈറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പല ആൾക്കാരായിട്ട് സംസാരിച്ചിട്ടൊക്കെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പലരുടെ എക്സ്പീരിയൻസ് എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പരിചയപ്പെട്ട ഒരു വ്യക്തിയുടെ, ഒരു മലയാളി ചേട്ടൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ആൾ ഒരു 10-12 വർഷത്തോളം നൈജീരിയയിൽ നല്ലൊരു പോസ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടേക്ക് വരാനായിട്ടൊരു പ്ലാൻ ചെയ്തു. കാരണം നൈജീരിയനേക്കാളും എന്തുകൊണ്ട് ന്യൂസിലൻഡ് ഭയങ്കര ബെറ്റർ കൺട്രി ആണല്ലോ. സോ ഇവിടേക്ക് വരാനായിട്ട് പ്ലാൻ ചെയ്തു, ഫാമിലിയായിട്ട് ഇവിടേക്ക് വന്നു. പക്ഷേ നമുക്ക് പെട്ടെന്ന് ജോലിക്ക് ആൾ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഇപ്പോൾ ഒരു ഏകദേശം എന്തായാലും ഒരു 6-7 മാസം പുള്ളി ട്രൈ ചെയ്തു. ആള് ഇങ്ങനെ ജോലി കിട്ടാണ്ട് കുറച്ച് ഒരു ഡിപ്രസ്ഡ് കണ്ടീഷനിലേക്കൊക്കെ മൈൻഡ് സെറ്റ് പോയി. പക്ഷേ സ്റ്റിൽ ആള് അത് വർക്കൗട്ട് ചെയ്ത് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന് കോൺസ്റ്റന്റ് ഫൈറ്റ് ചെയ്ത് അത് ലാസ്റ്റ് ആൾക്ക് ജോബ് കിട്ടി. ആള് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അതേ ഫീൽഡിൽ ഏകദേശം അതേ പൊസിഷനിൽ തന്നെ നല്ലൊരു ജോബ് കിട്ടി. അപ്പോൾ ഇനി ഒരു നല്ലൊരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ടേൺ അറൗണ്ട് ആയിരിക്കും. കാരണം പിന്നെ നമുക്കൊരു 1 ഇയർ കഴിയുമ്പോഴേക്കും നമ്മുടെ എല്ലാ
ഫിനാൻഷ്യലി എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റായിട്ട് വരും. കാരണം നല്ലൊരു പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം റെഡിയാവും. സോ ആ ഒരു മൈൻഡ് സെറ്റോട് വേണം ഒന്ന് ഫൈറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒന്ന് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനുള്ള ഒരു പേഷ്യൻസും എല്ലാം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാം. സോ ബാക്കി ഇതൊരു ജനറൽ എക്കണോമിക് വീഡിയോ ആയിരുന്നു. പക്ഷേ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ അടുത്ത ടോപ്പിക്കുകളാണ് വരുന്നത്. അതുകൊണ്ട് അടുത്ത വീഡിയോസ് തീർച്ചയായിട്ടും കാണാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.